പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. സ്ത്രീയായി ചമഞ്ഞ് ഓൺലൈനിൽ പുരുഷനെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിൽ 5 പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബർഖ വിലായത്തിലാണ് കേസിനാസ്പദമായ സംഭവം. തെക്കൻ പാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ആണ് സംഘത്തെ പിടികൂടിയത്. സ്ത്രീയായി വേഷം മാറി സംഘം മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി ഇരയുമായി ബന്ധപ്പെട്ടു. വിശ്വാസം നേടിയ ശേഷം ബർഖയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ എത്തിയ ആളെ ബലപ്രയോഗത്തിലൂടെ സ്വകാര്യ വസതിയിലേക്ക് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. നിയമ നടപടികൾ നിലവിൽ നടന്നുവരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് തുടർന്നതോടെ വിനിമയ നിരക്കിലും ചാഞ്ചാട്ടം. ഒമാനി റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 226.25 നിന്ന് 227 ഉയർന്നു. പുതിയ സാഹചര്യം ഒമാനിൽ നിന്നും നാടുകളിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയതായി മണി എക്സ്ചേഞ്ചുകൾ പറയുന്നു. ബാങ്കിംഗ് ആപ്പുകൾ വഴിയും റെമിറ്റൻസ് പ്ലാറ്റ്ഫോമുകൾ വഴിയും കഴിഞ്ഞ 2 ദിവസങ്ങളായി കൂടുതൽ ഇടപാടുകൾ ദൃശ്യമായി. മാസാവസാനത്തിലും അടുത്ത മാസം ആദ്യത്തിലുമായാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളുടെയും ശമ്പള ദിനം. ഈ ദിനങ്ങളിൽ തന്നെ ലഭിച്ച ഉയർന്ന വിനിമയ നിരക്കെന്ന അസുലഭ മുഹൂർത്തം മുതലെടുക്കുകയാണ് പ്രവാസികൾ. ഇനിയും കൂടുതൽ മൂല്യം ലഭിക്കുമെന്നും കാത്തു പണമയക്കുന്നത് വൈകിപ്പിക്കരുതെന്നുമുണ്ട്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫെബ്രുവരി 10 ഏറ്റവും താഴ്ന്ന നിലയിലേതിന് സമാനമാണ് ഇപ്പോൾ. ഈ നിരക്കിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിന് താഴെ പോകാനോ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഏറ്റവും ഉയർന്ന വിനിമയ നിരക്ക് പ്രവാസികൾക്ക് ലഭിച്ചത്. ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് രൂപയുടെ ഈ തകർച്ച തടയാൻ ശക്തമായ ഇടപെട്ടില്ലെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിലും ഈ സാഹചര്യം തുടരും. ഇൻകാസ് നിസ്വയുടെ ഇടപെടൽ മൂലം മനുഷ്യക്കടത്ത് സംഘത്തിൽ നിന്നും കോട്ടയം സ്വദേശിനി സുനിലയെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ചു. നിസ്വയിൽ നടന്ന ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പയിൻ ഇൻകാസ് നിസ്വ റീജിയണൽ കമ്മിറ്റി ഭാരവാഹികൾ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസന് സമർപ്പിച്ച പരാതിയിന്മേൽ ആണ് നടപടിയുണ്ടായത്. ദുബൈയിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നതിന് ശേഷം ഏജന്റ് ഒമാനിലേക്ക് കടത്തിക്കൊണ്ടുവന്ന യുവതിയെക്കുറിച്ച് കഴിഞ്ഞ 28 ദിവസമായി യാതൊരു അറിവുമില്ലായിരുന്നു. ഇൻകാസ് പ്രവർത്തകർ നാട്ടിലെ കുടുംബത്തിൽ നിന്നും അവസാനം കിട്ടിയ യുവതിയുടെ ലൊക്കേഷന്റെ വിശദാംശങ്ങൾ വെച്ച് രഹസ്യ സങ്കേതം കണ്ടെത്തി എംബസി കോൺസുലേറ്റ് ക്യാമ്പിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അംബാസഡർ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് പ്രവർത്തകർക്ക് വാക്കുകൊടുക്കുകയും പരിഹാരം കാണുകയുമായിരുന്നു. ഒമാനിൽ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി അറിയിച്ചു. ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന ഇൻഷുറൻസിന്റെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം വിലയിൽ വർധനവ് വരുത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഉചിതവും സുരക്ഷിതവുമായ പരിധിക്കുള്ളിൽ വില സ്ഥിരത നിലനിർത്താൻ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്ന് FSA പ്രസ്താവനയിൽ പറഞ്ഞു. ഒമാനിലെ മുഴുവൻ ടൂറിസം സ്ഥാപനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലും പരസ്യങ്ങളിലും ടൂറിസം പരിപാടികളിലും ലൈസൻസ് നമ്പറുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം നിർദ്ദേശിച്ചു. സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ടൂറിസം നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായുള്ള മന്ത്രാലയം ശ്രമങ്ങളുടെ ഭാഗമായാണ് മന്ത്രാലയം നിർദ്ദേശം. ടൂറിസം ലൈസൻസുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് നിയമ നടപടികൾക്ക് ഇടവരുത്തും. സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിൽ ലൈസൻസുള്ള സാഹസിക ടൂറിസം കമ്പനികളുടെ തുടർച്ചയായ പ്രതിബദ്ധതയെ മന്ത്രാലയം അഭിനന്ദിച്ചു. സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ ടൂറിസം അനുഭവങ്ങൾ നൽകുന്നതിൽ അത്തരം ശ്രമങ്ങൾ നിർണായകമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. വലിയ ജയിന്റ് വീലിൽ ചുറ്റുന്ന വൃത്തത്തിൽ കൊളുത്തിവെച്ച ചിക്കൻ വേവുന്ന മണം സലാലയിലെ അന്തരീക്ഷത്തിൽ പുതുരുചിയുടെ മൺസൂൺ കാലം തീർക്കുന്നു. കറങ്ങുന്ന വീലിൽ മൊരിയുന്ന കോഴിയുടെ രുചി നുകരാനും അതിന്റെ അത്ഭുതം നേരിൽ കാണാനും സലാലയിലെ ഐൻ റസാത്ത് റോഡിൽ 2 ദിവസമായി നീണ്ട നിര കാണാം. ഇത്രയും കൂടുതൽ ചിക്കൻ ഒരേ സമയം കറക്കി മൊരിയിച്ചെടുക്കുന്ന മെഷീൻ ഇവിടെ ഇത് ആദ്യമാണത്രേ.
ചിക്കൻ ഫ്രൈയുടെ കറക്കം കാണാൻ എത്തുന്നവർക്ക് അത്ഭുത കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. നല്ല മസാല തേച്ച് പിടിപ്പിച്ച ചുവന്ന കളറിൽ കോഴിയെ ഒരു നിരയിൽ 3 വീതം കൊളുത്തിവെച്ച് ഒരേ സമയം 840 കോഴിയെ മൊരിയിച്ചെടുക്കുന്ന അത്ഭുത കറക്കത്തൊട്ടിൽ കാണാൻ ആണ് ഐൻ റസാത്ത് റോഡിലെ പാർക്കിൽ ആളുകൾ എത്തുന്നത്. ആകെ 3 ദിവസമാണ് ഇവിടെ അത്ഭുത പാചകം ഉണ്ടാകുക. ബുധനാഴ്ചയാണ് ആരംഭിച്ചത്. ഇന്ന് ഒഴിവു ദിനമാണ്. നാളെ ശനിയാഴ്ച അവസാന ദിവസവുമാണ്. 3ാമത്തെ വർഷമാണ് കോഴി പൊരിച്ചതുമായി പ്രമുഖ ഒമാനിയൻ ബ്ലോഗർ അൽസാദി സലാലയിൽ എത്തുന്നത്. സീബ് വിലായത്തിലെ മഫേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും വാഹനമോഷണം നടത്തിയ സംഭവത്തിൽ 3 പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പാർക്ക് ചെയ്തു പോയ വാഹനമാണ് പ്രദേശത്ത് നിന്നും മോഷണം പോയിരുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ചാവി വെച്ച് പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ നോട്ടമിട്ടാണ് സംഘം മോഷണം നടത്തിയിരുന്നത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഒമാനിൽ അതിതീവ്ര ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തു. ബർഖയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നു. 50.7 ഡിഗ്രിയാണ് ഇന്നലെ പകൽ ഇവിടെ അനുഭവപ്പെട്ടതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. വിവിധ ഭാഗങ്ങളിൽ താപനില 50 ഡിഗ്രിക്കരികിലെത്തി. ഹംറ അദ്ദുറോയിൽ 49.7 ഡിഗ്രിയും സുവൈക്കിലും വാദി അൽ മൗവലിലും 49.6 ഡിഗ്രിയും ചൂട് അനുഭവപ്പെട്ടു. ബിദ്ബിദ്, റുസ്താഖ്, നഖൽ, ആമിറാത്ത് എന്നിവിടങ്ങളിലും 48 ഡിഗ്രിക്ക് മുകളിൽ താപനില റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. രാജ്യം അതികഠിന ചൂടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പുറം ജോലിക്കാരും പുറത്തിറങ്ങുന്നവരും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ മുൻകരുതൽ സ്വീകരിക്കണം. ചൂടിനെ പ്രതിരോധിച്ച് ശരീരത്തെ സംരക്ഷിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നു. ഭൂമി സൂര്യനുമായി അടുത്തുവരുന്ന ഉത്തരായന കാലമാണ്. വേനൽ അത്യുഷ്ണമായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ അനുഭവപ്പെടുക. പ്രകൃതിയിലെ ജീവജാലങ്ങൾ, വൃക്ഷലതാദികൾ എന്നിവയുടെ ബലവും ഓജസ്സും കുറയും. ശരീരത്തിൽ ചൂട് കുറയ്ക്കുന്നതും ജലാംശം നിലനിർത്തുന്നതുമായ ആഹാരവിഹാരങ്ങളിലൂടെ വേനൽ ചൂടിനെ പ്രശ്നങ്ങൾ മറികടക്കാം. സുൽത്താൻ ഹൈതം സിറ്റിക്ക് അറേബ്യൻ പ്രോപ്പർട്ടി അവാർഡിൽ 2025-26 വർഷത്തെ ഏറ്റവും മികച്ച ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറൽ ഡിസൈൻ അവാർഡ് സ്വന്തമാക്കി. ലാൻഡ്സ്കേപ്പിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള സിറ്റിയുടെ രൂപകൽപ്പനയാണ് അവാർഡിന് അർഹമാക്കിയത്. സുൽത്താൻ ഹൈതം സിറ്റിയുടെ നിർമ്മാണത്തിൽ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. പദ്ധതി സ്ഥലത്തെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മന്ത്രിതല സംഘം സന്ദർശനം നടത്തിയിരുന്നു. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള പങ്കാളികളുമായി സഹകരിച്ച് ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സന്ദർശനത്തിനിടെ ചർച്ച ചെയ്തു. സാംസ്കാരിക കേന്ദ്രം, സ്കൂൾ സമുച്ചയങ്ങൾ, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രം, മറ്റ് ആധുനിക സേവന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന സംരംഭങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്തു. ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ 400-ലധികം ടയറുകൾ കണ്ടുകെട്ടി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. ദോഫാർട്ട് ഗവർണറേറ്റിലെ ടയർ ഔട്ട്ലെറ്റുകൾ വഴി നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉപയോഗിച്ച ടയറുകൾ വാങ്ങരുതെന്ന് ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ട CPA നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന കടകൾ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു. ദീർഘദൂര റൂട്ടുകളിലും അതിവേഗ റോഡുകളിലും ഗുരുതരമായ ഗതാഗത അപകടങ്ങളിൽ ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ ടയറുകളുടെ പങ്ക് അധികൃതർ ചൂണ്ടിക്കാണിച്ചു. ഒമാനിലെ ചില പ്രദേശങ്ങളിൽ വേനൽക്കാല താപനില 50 ഡിഗ്രിയും കടന്നിരിക്കുകയാണ്. ഇത് ടയറുകൾ നുരുമ്പാൻ ഇടയാക്കുന്നു. പ്രത്യേകിച്ച് റീട്രെഡ് ചെയ്തതോ സെക്കൻഡ് ഹാൻഡോ ആണെങ്കിൽ കേടായ ടയറുകൾ അപകടങ്ങളിൽ നിത്യേന ഒരു ഘടകമാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.